ഹേ ഗൈസ്, വെൽക്കം ടു അനദർ വണ്ടർഫുൾ വീഡിയോ. ഫ്രീലാൻസിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ ഒരു ഫ്രീലാൻസ് പ്രൊജക്റ്റ് കിട്ടും, അതല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ ആളുകളായിരിക്കാം. ഇവർക്കൊക്കെ ഫ്രീലാൻസിങ് ഏറ്റവും കൂടുതൽ നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഫ്രീലാൻസ് ആയിട്ട് പ്രൊജക്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ഒരുപാട് പ്രൊജക്റ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, എങ്ങനെ കിട്ടും, ഇതുമായിട്ട് വരുന്ന ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയലുണ്ട്. ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസ് എപ്പോഴും ഒരു റോ ഫുട്ടേജ് ആയിരിക്കും അധികം ഉണ്ടാവുക. ഭയങ്കരമായ എഡിറ്റിങ്ങും ഭയങ്കരമായ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ വെറുതെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഒരു രീതിയിലായിരിക്കും ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. ഞാൻ ഭയങ്കര എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതും ഈ പറയുന്ന കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഒരു സർക്കിൾ ഉണ്ട്, അതായത് ഫ്രീലാൻസ് പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് UAE ഫ്രീലാൻസ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രൊജക്റ്റുകൾ, നമ്മൾക്ക് കിട്ടുന്ന പ്രൊജക്റ്റുകൾ, നമ്മൾ ചെയ്യുന്ന നമ്മളൊരു സർക്കിളിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളതിൻ്റെ ബേസിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു 5-6 കാര്യങ്ങൾ, മാക്സിമം ഒരു 6-7 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ഫ്രീലാൻസ് പ്രൊജക്റ്റ് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 75 അല്ലെങ്കിൽ ഒരു 80% നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റെങ്കിലും ഇത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ കണ്ടിന്യൂസ് ഇത് ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ആയിട്ട് കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് വരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നല്ലൊരു പോർട്ട്ഫോളിയോ എന്നുള്ളതാണ് ഏതൊരു ഫ്രീലാൻസ് പ്രൊജക്റ്റിൻ്റെ ബാക്കിലും ഉള്ള ഒരു കാര്യം. നിങ്ങളിപ്പോൾ മറ്റാളുകൾക്കെങ്കിലും ചെയ്തു കൊടുത്ത നല്ലൊരു പ്രൊജക്റ്റ്, അല്ലെങ്കിൽ നല്ലൊരു നിങ്ങളെ വർക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു 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 ഡാറ്റയാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. നിങ്ങൾ മുന്നേ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മുന്നേ പഠിക്കുമ്പോൾ ചെയ്ത, അതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു മാർക്കറ്റിംഗ് ഏജൻസിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യാനോ അവരുടെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനോ പറ്റും. അതിനെ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ആക്കി ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മുന്നേ ചെയ്ത, നിങ്ങൾക്ക് മുന്നേ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചെയ്ത വർക്കുകൾ, ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു നിശയില്ല എന്ന് വെക്കാം. നിങ്ങളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞു, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടാവും, ആഡ്സ് ചെയ്തിട്ടുണ്ടാവും, SEO ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി ബിൽഡ് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വെക്കുക. ബിഫോർ ആഫ്റ്റർ കാണിക്കുന്ന രീതിയിലുള്ളൊരു പോർട്ട്ഫോളിയോ, നല്ല പോർട്ട്ഫോളിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിലൊക്കെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വെക്കാം. ആ പോർട്ട്ഫോളിയോൻ്റെ ബേസിലാണ് നമുക്ക് മാക്സിമം ഫ്രീലാൻസ് പ്രൊജക്റ്റുകൾ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, വലിയൊരു പ്രൊജക്റ്റ് പോർട്ട്ഫോളിയോ ആക്കി വെക്കണമെന്നൊന്നുമില്ല. ചെറിയൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും അത് നല്ല വൃത്തിക്ക്, നല്ല അടിപൊളിയായിട്ട് നിങ്ങളൊരു പ്രൊജക്റ്റാക്കി വെക്കുക. അതാണ് നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് നല്ലൊരു ഫ്രീലാൻസ് പ്രൊജക്റ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അടുത്ത ഒന്നാണ് നിങ്ങൾക്കൊരു നിഷ ഉണ്ടായിരിക്കുക എന്നുള്ളത്. നിഷ എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവും. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് കഴിയുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. SEO, ആഡ്സ്, വെബ്സൈറ്റ്, ഇ-കൊമേഴ്സ്, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. നിങ്ങൾ പഠിച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ വരും, ഞാൻ ഏതിലാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. ചിലർ സോഷ്യൽ മീഡിയ ആയിരിക്കും, ചിലർ ആഡ്സ് ആയിരിക്കും, ചിലപ്പോൾ SEO ആയിരിക്കും, ചിലപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും. ഏതാണോ നിങ്ങളുടെ ഏരിയ, ആ ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ നിങ്ങൾ എന്തായാലും സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ താല്പര്യമുള്ള ഒരു ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ പ്രൊജക്റ്റ് എടുക്കുന്നത്. അത് അങ്ങനെയാണ് കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ SEOയിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ SEO റിലേറ്റഡ് ക്ലയൻസാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്ന SEOയിലാണ്. എൻ്റെ ഫ്രീലാൻസ് ഏരിയകൾ മൊത്തം SEOയിലാണ് ഉള്ളത്, കാര്യങ്ങൾ മൊത്തം SEOയിലാണ് ഉള്ളത്. കാരണം ഞാൻ SEO മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ആഡ്സ് വരികയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ ആഡ്സ് ഇങ്ങനെ ചെയ്യാറില്ല, SEO ആണ് എൻ്റെ സൈഡ്. പക്ഷേ നമ്മൾ കൊളാബ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന നമ്മളെ സർക്കിൾ തന്നെ ഉണ്ട്. ഇപ്പോൾ ആഡ്സിന് ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 100% റിസൾട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള എൻ്റെ സർക്കിളിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ SEO വരികയാണെങ്കിലും അവർ എന്നെ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക നോർമലി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പരിപാടി പഠിച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങളൊരു നിഷ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്.
നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ കുറച്ചുകൂടി ഡബിൾ ഡൗൺ ചെയ്തിട്ട് പഠിക്കുക. കുറച്ചുകൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് 4 മാസമോ 3 മാസമോ കഴിഞ്ഞാൽ ഒരു ഐഡിയ ഏകദേശം കിട്ടും. പക്ഷേ എന്നാലും നിങ്ങളൊരു അതിന് പിന്നാലെ പോയി കൂടുതൽ അതിൻ്റെ ഡബിൾ ഡൗൺ ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് പറയുക. ഏതെങ്കിലും ഒരു നിഷിൽ നിങ്ങളൊരു 6 മന്തെങ്കിലും മാക്സിമം എഫേർട്ട് ഇട്ട് അതിനൊന്ന് എക്സ്പേർട്ട് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ ഐഡിയ കുറച്ചുകൂടെ എന്താ പറയുക, കുറേ പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്രശ്നമുള്ളത്. പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു നിഷിൽ നിങ്ങൾ നല്ലതുപോലെ ഫോക്കസ് ചെയ്യുക, നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് കഴിഞ്ഞാലും നിങ്ങൾ അതിൽ തന്നെ വർക്ക് ചെയ്യുക. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ജോലികളോ പരിപാടികൾക്കോ UAE അങ്ങനെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഇനീഷ്യലായിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ എല്ലാം കൂടെ എടുത്ത് വെക്കരുത്. ഏതെങ്കിലും ഒന്നിൽ എക്സ്പേർട്ട് ആവാം, അതിനുശേഷം ഓരോന്നായിട്ട് ചെയ്യാം. ഇനി അതല്ല എനിക്ക് SEOയിൽ മാത്രം ഒരു എക്സ്പേർട്ട് ആയാൽ മതി എന്നുണ്ടെങ്കിൽ SEOയിൽ മാത്രം ഡബിൾ ഡൗൺ ചെയ്ത് പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ. SEO എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ എല്ലാ മാസവും അൽഗോരിതം അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കുക, അതിനനുസരിച്ച് ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളൊരു ഓൺലൈൻ പ്രസൻസ്. നിങ്ങളിപ്പോൾ നന്നായിട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടാവും, നല്ല SEOയിൽ നല്ല ക്ലയൻറ്റ് ഉണ്ടാവും, SEO നല്ല റിസൾട്ട് കൊടുക്കുന്നുണ്ടാവും. ഇനി സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഏതെങ്കിലും ക്ലയൻറ്റിന് വേണ്ടി ചെയ്ത റീൽസൊക്കെ ഭയങ്കര മില്യൺസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും ആരും അറിയുന്നുണ്ടാവില്ല. നിങ്ങളൊരു ഓൺലൈനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവരും പഠിക്കാൻ തുടങ്ങുന്നവരും ഒക്കെ ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ലിങ്ക്ഡിനിൽ ഇപ്പോൾ കംപ്ലീറ്റ് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ട്. ലിങ്ക്ഡിനിൽ ചറപ്പറ പോസ്റ്റുകളുണ്ട്, ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ ഒക്കെ ഇപ്പോൾ അറിയാത്തവർക്ക് കരുതുന്നുണ്ടാവും ഇതെന്തിനാ ഇങ്ങനെ ഇടുന്നത് എന്നുള്ളത്. പക്ഷേ ലിങ്ക്ഡിനിൽ നിങ്ങൾ ഒരു റിസൾട്ട് കാണിക്കുമ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിക്ക് റിസൾട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രീലാൻസ് ക്ലയൻറ്റിന്, ഒരു സോഷ്യൽ മീഡിയ ക്ലയൻറ്റിന് നിങ്ങൾ നല്ല രീതിക്ക് റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ റീൽസിൽ നിന്ന് നല്ല വ്യൂ വരുന്നുണ്ട്, മില്യൺസ് വ്യൂ വരുന്നുണ്ട്, ഫോളോവേഴ്സ് വരുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ റിസൾട്ട് മൊത്തം നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്നും അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓൺലൈൻ പ്രസൻസ് എത്രമാത്രം അടിപൊളിയാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലയൻറ്റ്സിന് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്നും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് എന്നുമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളിങ്ങനെ ഇടുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നതിൽ ഞാൻ പൂർണ്ണമായ ഉത്തരവാദിയല്ല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു ആരെങ്കിലും ഇത് നോട്ട് ചെയ്യുന്നുണ്ടാവും, ഇത് വരും, ഇത് നല്ല ക്ലയൻറ്റ്സ് കിട്ടും, ഇത് ത്രൂ കിട്ടും. മീൻസ് ലിങ്ക്ഡിൻ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എല്ലാത്തിനെ കുറിച്ചും വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് ഭയങ്കരമായ ഒരു ഏരിയയാണ്. ഇതിപ്പോൾ എന്നാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ റിസൾട്ട് കിട്ടുന്ന സമയത്ത് ഇത് ഭയങ്കരമായ റിസൾട്ട് ആവും. ഈ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കിട്ടുന്ന പേയ്മെൻറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതുവഴി ഒരുപാട് ക്ലയൻറ്റ് നമുക്ക് വരും. എല്ലാ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഇപ്പോൾ ഫൗണ്ടേഴ്സ് അധികം വരുന്നുണ്ട്. ഇപ്പോൾ മൈജിയുടെ ഷാജി മൂപ്പര് വരെ ഇപ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അവർക്കൊന്നും ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, അവരൊക്കെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള സ്റ്റൈലിലാണ്. പക്ഷേ ഒരു ഫ്രീലാൻസ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് കാര്യമാണ് നിങ്ങളെ ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത്. ഈ ഓൺലൈൻ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഹാൻസിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ വീഡിയോസ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ആരും അറിയാത്ത ഒരാൾക്ക് നിങ്ങളെങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഡിസ്കസ് ചെയ്യുക, വീഡിയോ ഇടുക, റീൽ ഇടുക, ലിങ്ക്ഡിനിൽ ഇടുക, അല്ലെങ്കിൽ സ്റ്റോറി ഇടുക. ഇതൊക്കെ ആദ്യമൊക്കെ ആരും നോക്കൂല. ഒരുപാട് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരാൾക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ SEO റിലേറ്റഡ് വീഡിയോസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ SEO വീഡിയോസ് കോണ്ടന്റ് ലിങ്ക്ഡിനിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അപ്ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരാളും ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ചായ എടുക്കുമ്പോൾ പറയുന്നുണ്ടാവും എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം, SEO ചെയ്യണം. ആ നേരം ചിലപ്പോൾ അയാളുടെ ഫ്രണ്ടായിരിക്കും ചിലപ്പോൾ മേ ബി പറയുന്നത്. അന്നേരമാവും ഇയാൾക്ക് മനസ്സിലാവുക ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരാൾ SEOനെ കുറിച്ച് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന ആൾ. നേരെ നമ്മളെ കോൺടാക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതുപോലെ തന്നെ ഓരോ നിഷിലും ഇപ്പോൾ നമുക്കിപ്പോൾ അറിയുന്നവരുണ്ടാവും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഷാരിഖ് സംസുദ്ദീനൊക്കെ ഓർമ്മ വരും. ഷാരിഖ് സംസുദ്ദീനെ അറിയുന്നുണ്ടാവും. കാരണം
അത് അയാൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മൊത്തം അങ്ങനെ ആയി. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇയാൾ ഓർമ്മ വരും. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഷരീഫ് ഷംസുദ്ദീൻ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആർക്ക് അറിയുന്ന ഞാൻ ഗ്രാഫിക് ഡിസൈൻ ഏരിയല്ലാത്തതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് അറിയില്ല. നിങ്ങൾക്ക് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ അവരാരെങ്കിലും ബന്ധപ്പെടുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അവരോട് ചോദിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇന്ന ആൾ കുറച്ച് കുഴപ്പമില്ല, അവരുടെ റിസൾട്ടുകൾ കാണുന്നുണ്ട്, അവർ എങ്ങനെയാണ് എക്സ്പേർട്ട് ആവുന്നത്, അവരുടെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊക്കെ ചിലർക്കൊക്കെ തോന്നും എന്തിനാണ് ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്, എന്നും എല്ലാവരും കാണിക്കാൻ വേണ്ടി ഇടുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ എൻഡ് ഓഫ് ദ ഡേ ഇത് ബിസിനസ്സാണ്. ഇത് ഫ്രീലാൻസ് പ്രൊജക്റ്റുകൾ വരും, വലിയ വലിയ പ്രൊജക്റ്റുകൾ കിട്ടും, വലിയ വലിയ കമ്പനികളിൽ ജോലി വരും. പക്ഷെ ഇത് കണ്ടിന്യൂസ് ചെയ്യുക, നമ്മളൊരു താല്പര്യത്തോടെ കൂടി ചെയ്യുക എന്നുള്ള ലൈനേ ഉള്ളൂ. അതല്ലാതെ ഇത് ഇന്ന് ചെയ്താൽ നാളെ ജോലി കിട്ടുന്നല്ല, അല്ലെങ്കിൽ നാളെ പ്രൊജക്റ്റ് വരും എന്നുള്ളതല്ല. ഒരു പോയിന്റിൽ എങ്ങനെയായാലും പ്രൊജക്റ്റ് വരും. ഓക്കെ, അടുത്തൊരു കാര്യമാണ് ഈ ഔട്ട്റീച്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ നല്ല രീതിക്ക് ബിസിനസ് റൺ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് സോഷ്യൽ മീഡിയനെ കുറിച്ചോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചോ SEOനെ കുറിച്ചോ ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മളൊരു പ്രോപ്പർ പ്രൊജക്റ്റ് ഉണ്ടാക്കി, ഒരു പ്ലാൻ ഉണ്ടാക്കി, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളിവിടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ള ലൈനിൽ നിങ്ങളൊരു ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഔട്ട്റീച്ച് ചെയ്യാം. നിങ്ങളിപ്പോൾ നാട്ടിലുണ്ടാവും, നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ടപ്പിൽ റൺ ചെയ്യുന്ന, മേ ബി സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഫണ്ടൊക്കെ വരുന്നുണ്ടാവും, പക്ഷെ അവർ ഈ സൈഡിലൊന്നും വല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO, ആഡ്സ് വരെ ഏരിയകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ടാവും. അവർക്ക് അവരുടെ ഒരു ലൈനിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക, ആ പ്രൊജക്റ്റിൽ അവരുടെ ലൈനിൽ ഒരു എന്താ പറയുക, ഒരു പ്രസൻറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ പ്രോബ്ലംസ് എവിടെല്ലാം ഗ്യാപ്പ്, ഏതെല്ലാം ഗ്യാപ്പിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ നല്ല രീതിക്ക് SEO ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ SEO ചെയ്യുകയാണെങ്കിൽ ഇത്രയും പരിപാടികൾ ഇവിടെ ഇത്ര മിസ്സാവുന്നുണ്ട്, നിങ്ങളെ കോമ്പറ്റീറ്റർ ഇത് ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിക്ക് റാങ്ക് ആവുന്നുണ്ട്, അവരുടെ പരിപാടികൾ നല്ല രീതിക്ക് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഒരു ടീമിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അന്ന് ചിലപ്പോൾ അവർ തന്നില്ലെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു കാര്യം. ആ സമയത്തെങ്കിലും അവർ നിങ്ങളെ വിളിക്കും, വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്യുമെങ്കിലും ചെയ്യും. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്. അവരുടെ പേയ്മെൻറ്റ്, അവരുടെ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ടീമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേയ്മെൻറ്റ് കുറവായിരിക്കും. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ കരിയർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ഫോക്കസ് ചെയ്യാണ്ട് പുതിയ പ്രൊജക്റ്റുകൾ ഫോക്കസ് ചെയ്യുക. ഒരു 3-4 പ്രൊജക്റ്റുകൾ കുറഞ്ഞ പൈസക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റുകൾ കാണിച്ചു കൊടുത്തിട്ട് വലിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, ആദ്യം തന്നെ ഭയങ്കരമായ എമൗണ്ട് നോക്കാണ്ട് ചെറിയ പ്രൊജക്റ്റ് ചെറിയ എമൗണ്ടിനാണെങ്കിലും ചെയ്തിട്ട് വെബ്സൈറ്റൊക്കെ ആണെങ്കിലും കുറഞ്ഞ പൈസക്കാണെങ്കിലും ഞാൻ പറയല്ല. പക്ഷെ നിങ്ങൾ ഫണ്ട് ഫോക്കസ് ചെയ്യാണ്ട് പ്രൊജക്റ്റ് ഫോക്കസ് ചെയ്യുക. ആ പ്രൊജക്റ്റിൻ്റെ ബേസിൽ വലിയ പ്രൊജക്റ്റുകൾ പിന്നീട് എടുക്കുക. അപ്പോൾ വലിയ എമൗണ്ടിന് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അതാണ് ഈ പോയിന്റിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും നല്ല ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഔട്ട്റീച്ച് ചെയ്യുക. അവർക്കൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വെറുതെ റൺ ചെയ്യുന്ന ടീം ഉണ്ടാവും. അവർക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഇടാം, നിങ്ങളുടെ കോണ്ടന്റ് കലണ്ടർ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ട് അവർക്ക് പോയി ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. ഒരുവിധ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ പ്ലാൻ ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്യും. അടുത്തൊരു കാര്യമാണ് ആക്റ്റീവായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇവൻറ്റ്സുകൾ ഉണ്ടാവും, ഇവൻറ്റ്സുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ വേർഡ്പ്രസ് ഇവൻറ്റുകൾ, കമ്മ്യൂണിറ്റികൾ, ഗ്രൂപ്പുകൾ, വാട്സാപ്പുകൾ. അത് പറയുമ്പോൾ നമുക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. അത് ഒരുപാട് പേരുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുന്നുണ്ട്. അതായത് ഒരു സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ ഒക്കെ നമ്മൾ താല്പര്യമുള്ളവർ മാത്രം ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഗൂഗിൾ മീറ്റ് പോലെയൊക്കെ ചെയ്തിട്ട് പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇതുപോലത്തെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരുപാട് ആളുകളെ ഫോളോ ചെയ്യാൻ പറ്റും, അവരുമായി ഔട്ട്റീച്ച് ചെയ്യാൻ പറ്റും, ലിങ്കിൽ കണക്ട് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ബിൽഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ SEO എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ SEOയിൽ നിങ്ങളെ ലൈനിലുള്ള ആർക്കെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. അവർ പ്രൊജക്റ്റ് എന്തെങ്കിലും വരുമ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റുകൾ വരും, അത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് അതെന്തായാലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെറ്റ്വർക്കിംഗ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു മെയിൻ പോയിന്റ്. ലാസ്റ്റ് പോയിന്റാണ് ഈ കേസ് സ്റ്റഡീസ്, ടെസ്റ്റിമോണിയൽസ് ഒക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക്
SEO ആണെന്നുണ്ടെങ്കിൽ ഈ മാസം ഒരു 100 മില്യൺ, അല്ല സോറി 100 മില്യൺ അല്ല, ഇപ്പോൾ SEO ആണെന്നുണ്ടെങ്കിൽ ഒരു 1 മില്യൺ ക്ലിക്ക് ഈ മാസം കിട്ടി. കഴിഞ്ഞ മാസം ക്ലയൻറ്റ് ഞങ്ങളുടെ മുന്നിൽ വരുന്നതിന് മുന്നേ ഒരു 6 മന്ത് ബാക്ക് അവർക്ക് വെറും 100 അല്ലെങ്കിൽ ഒരു 1000 അല്ലെങ്കിൽ ഒരു 1 lakh ക്ലിക്ക് പെർ മന്ത് വരുന്നുള്ളൂ എന്ന് വെക്കുക. നമ്മുടെ സൈഡ് വന്നതിന് ശേഷം അവർക്കൊരു 1 മില്യൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി. ഇംപ്രഷൻസ് ഒക്കെ പിന്നെ ഈസി ആയിട്ട് വരും, അതനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്രഷൻസ് ഒക്കെ ആ 6 മന്ത് കൊണ്ട് 1 മില്യൺ ഇംപ്രഷൻസ് ഒക്കെ കയറും ഈസി ആയിട്ട്, ക്ലിക്കും കയറും, അതിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ റിസൾട്ടുകളൊക്കെ കാണിക്കുക, സോഷ്യൽ മീഡിയയിൽ കാണിക്കുക. അത് SEO റിലേറ്റഡ് കാര്യങ്ങൾ, എത്ര സെയിൽ ഉണ്ടായി, എത്രമാത്രം സെയിൽ സംഭവിച്ചു, ലാസ്റ്റ് വീക്കിൽ എന്ത് സംഭവിച്ചു, ലാസ്റ്റ് വീക്കിൽ നമ്മൾ SEO ക്ലൈൻറ്റ് എന്തുണ്ടായി, സോഷ്യൽ മീഡിയ ക്ലൈൻറ്റ് എന്തുണ്ടായി, പുതിയ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏതെല്ലാം ക്ലയൻസ് വന്ന്, സോഷ്യൽ മീഡിയേൻ്റെ റീൽസിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത റീൽസിൽ എന്തെല്ലാം അപ്ഡേഷൻസ് ഉണ്ടായി മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ആവും. ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ 20,000 25,000 നിങ്ങൾ പെർ മന്ത് ഞാൻ നിങ്ങൾക്ക് പേ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കൊരു ട്രസ്റ്റ് തോന്നണം, നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഇതിൽ അടിപൊളിയാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടും ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു മൈൻഡിലൊരു സാധനം വരും, ഇവനെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഇവൻ കൊള്ളാമെന്നുള്ള ലൈന് വരും. ഇത് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഇതിൻ്റെ സാധനം വരും, ക്ലയൻറ്റ് വരും, ഫ്രീലാൻസ് ക്ലയൻറ്റ് കിട്ടും. നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പോൾ ഇന്നൊന്ന് ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്താലും കാര്യമില്ല. കാരണം ഈ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവരൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലയൻറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ആകെ കുറച്ച് ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. മേ ബി ക്ലയൻറ്റിൻ്റെ ഒരുപാട് ഓപ്ഷൻസിൽ നിങ്ങളായിരിക്കണം അവരുടെ മെയിൻ ഓപ്ഷൻ. ഓക്കെ, ക്ലയൻറ്റ് ഒരുപാട് ആൾക്കാർ തിരയുമ്പോൾ നിങ്ങളായിരിക്കണം അതിൽ കൊള്ളാം, ഇവനെ കൊണ്ട് പറ്റും, ഇവന് ചെയ്യുന്നുണ്ട്, ഇവനക്ക് പരിപാടികളുണ്ട്, ഇവന് ഇന്ന നിശയിൽ ഇന്ന എക്സ്പേർട്ടാണ്. അതിനാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും നിശയിൽ നിൽക്കണം എന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം കൂടെ ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ടീമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ അങ്ങനെ പറ്റും. ഫ്രീലാൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരാൾ ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് 5 4 ക്ലയൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മെസ്സായി പോകും എല്ലാം കൂടെ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു SEO ആണെന്നുണ്ടെങ്കിൽ SEO മാത്രം ഫോക്കസ് ചെയ്യുക, ഡബിൾ ഡൗൺ ചെയ്യുക, കൂടുതൽ പഠിക്കുക, SEO നിങ്ങൾ എക്സ്പേർട്ട് ആവുക, SEO കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ SEO തിരയുന്ന ഒരാൾ, SEO കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും, ഇപ്പോൾ നേരെ ഫൗണ്ടറിനെ നിങ്ങളെ കണക്ട് ചെയ്തോളണമെന്നില്ല, ഫൗണ്ടറിൻ്റെ ഫ്രണ്ടായിരിക്കും നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. ഫൗണ്ടറിൻ്റെ ഫ്രണ്ടിനോടായിരിക്കും ചായ എടുക്കുമ്പോൾ സംസാരിക്കുക, എനിക്കിങ്ങനെ SEO ചെയ്യണമെന്നുണ്ട്, ആരപ്പോൾ അപ്പോൾ ആയിരിക്കും ആ ആള് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഫൗണ്ടറുടെ ഫ്രണ്ട് ചിലപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഫൗണ്ടറുടെ ഫ്രണ്ടായിരിക്കും ഫൗണ്ടറോട് സജസ്റ്റ് ചെയ്യുക, ഇന്ന ആളുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ലിങ്ക്ഡിനിലൊക്കെ കാണാറുണ്ട്, അങ്ങനെ ആയിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എത്രമാത്രം ആക്റ്റീവ് ആകുന്നു, എത്രമാത്രം ഇൻഡസ്ട്രിയിൽ മെയിൻ എന്നല്ല, എത്രമാത്രം ആക്റ്റീവ് ആകുന്നു, പുതിയ കമ്മ്യൂണിക്കേഷൻ, പുതിയ ആളുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കുന്നു, അത്രമാത്രം നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റ് വരാൻ ഹെൽപ്പ് ചെയ്യും. ഈ സെയിം സംഭവം തന്നെ നമ്മൾ UAE നമ്മൾ ഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ക്ലയൻസിന് കിട്ടുന്നുണ്ട്, നെറ്റ്വർക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. UAE ഫുള്ളി ഫ്രീലാൻസ് ആണ്. ഞാൻ അവനോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പുതിയ പ്രൊജക്റ്റുകൾ വരും, പുതിയ ഫ്രീലാൻസിങ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫ്രീലാൻസിങ് ഭയങ്കര ഒരു കമ്പ്യൂട്ടറോ ഒരു ലാപ്ടോപ്പോ ഒരു വൈഫൈയോ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഫ്രീലാൻസിങ് എന്നുള്ളത്. മറ്റ് ജോലികളെ പോലെ 9 to 5 ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് വേറെ ഇപ്പോൾ വേറൊരു ഏരിയയിൽ വേറൊരു രാജ്യത്താണെങ്കിലും ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ നാളെ ഞാനിപ്പോൾ 2 ദിവസം മണാലി പോയിരിക്കുകയാണെങ്കിലും എനിക്കിത് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി വരുന്ന ഒരു ഏരിയയാണ് ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, നിങ്ങൾ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.